ആലപ്പുഴയിൽ പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈ തളർന്ന സംഭവത്തിൽ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് ആലപ്പുഴ സൗത്ത് പോലീസാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക റിപ്പോർട്ടിൽ പ്രതി ചേർത്തുവെന്ന് പോലീസ്. ആലപ്പുഴയിൽ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന കേസിലും ഡോക്ടർ പുഷ്പ പ്രതിയാണ്. മനീഷ് മഹിവാൽ ടെലിഫോണിലുണ്ട്. മനീഷ്, പറയൂ. സിവിൽ സ്റ്റേഷൻ വാർഡിൽ വിഷ്ണുദാസിന്റെയും അശ്വതിയുടെയും കുഞ്ഞ്, അതായത് കഴിഞ്ഞ 2023 ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ വെച്ച് അശ്വതി കുഞ്ഞിനെ പിറക്കുന്നത്. ആ സമയത്ത് കുഞ്ഞിനെ കൈവിരലുകൾക്ക് ആദ്യം ചില ചലനശേഷി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് കുഞ്ഞിന്റെ കൈ പൂർണ്ണമായും തളർന്നുപോയി. ഈ പ്രസവത്തിന്റെ ചികിത്സ നൽകിയത്, പ്രസവത്തിന് മുൻപുള്ള ചികിത്സ നൽകിയത് ഡോക്ടർ പുഷ്പയാണ്. ഇതേ പുഷ്പയ്ക്കെതിരെ തന്നെയാണ് നേരത്തെ ഈ കുഞ്ഞ് വൈകല്യത്തോടെ ജനിച്ച സംഭവത്തിൽ 1-ാം പ്രതിയാക്കി ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ കുഞ്ഞിന്റെ കൈക്ക് വൈകല്യം വന്ന സംഭവത്തിൽ പിന്നീട് ശിശുരോഗ വിദഗ്ധനെ കാണിച്ചപ്പോഴാണ് ഇത് വാക്യൂം ഡെലിവറി ആയിരുന്നു, ആ ഡെലിവറിയുടെ സമയത്തുണ്ടായ പിഴവാണെന്ന് ഈ ശിശുരോഗ വിദഗ്ധൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ആലപ്പുഴ സൗത്ത് പോലീസിൽ പരാതി അന്ന് തന്നെ നൽകിയിരുന്നു. പക്ഷേ അന്ന് ഡോക്ടർ പുഷ്പ പറഞ്ഞത് ഇത് സ്വാഭാവികമാണ്, ഇത് ചില മാസങ്ങൾ കൊണ്ട് ഈ കൈവിരലുകൾക്ക് സ്വാധീന ശേഷി തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ ആ കുഞ്ഞിന്റെ കൈ ഓരോ ദിവസം കഴിയുന്തോറും ചലനശേഷി കൂടുതൽ നഷ്ടപ്പെട്ടു വരികയാണ്. ഇപ്പോൾ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും ആ ഇടത്തെ കൈയുടെ സ്വാധീനം തിരിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പോൾ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ കുഞ്ഞിനെ ചികിത്സിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പരാതി നൽകിയപ്പോഴാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പ്രാഥമികമായി അന്വേഷിച്ചിട്ട് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള പുഷ്പയ്ക്കെതിരെ കേസെടുത്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിലും പോലീസിന്റെ FIR-ൽ 1-ാം പ്രതിയാണ് ഡോക്ടർ പുഷ്പ. SK.